ഹായ് ഫ്രണ്ട്സ്, മൈ പോസിറ്റീവ് വൈബ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പെറ്റൂണിയുടെ വിശേഷം എന്താണെന്നോ, കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോൾ അതിൻ്റെ താഴെ ഒരു കമൻറ്റ് വന്നു, എങ്ങനെയാണ് പെറ്റൂണിയ ചെടികളെ ഇത്രയും ബുഷായിട്ട് വളർത്തുന്നതെന്നുള്ളത് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചൊരു കമൻറ്റ് വന്നിരുന്നു. അപ്പം അതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു പ്ലാന്റ് നമ്മൾ പറിച്ച് മാറ്റി നട്ട് അത്യാവശ്യം നല്ല രീതിയിലൊന്ന് വളർന്ന് വന്നിരിക്കുന്നൊരു പ്ലാന്റാണ്, കണ്ടോ. അപ്പോൾ ഈ പ്ലാന്റിന് ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ ടോപ്പ് കട്ട് ചെയ്ത് കൊടുക്കണം. ടോപ്പ് കട്ട് ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമേ സൈഡ് ബ്രാഞ്ചസ് ഒരുപാട് പെറ്റൂണിയയിൽ വരത്തുള്ളൂ. കുറേയൊക്കെ നമ്മളൊന്ന് ഹൈറ്റായി പോയതിന് ശേഷമാണെങ്കിൽ നമുക്ക് അത്ര ഒരു ബുഷിയായിട്ട് പ്ലാന്റ്സ് കിട്ടത്തില്ല. അപ്പോൾ ഈ ഒരു പ്രായത്തിൽ തന്നെ നമ്മൾ അതിൻ്റെ ടോപ്പ് കട്ട് ചെയ്ത് വിടുകയാണെങ്കിൽ നല്ല രീതിയിൽ അതിൻ്റെ സൈഡിൽ നിന്ന് ബ്രാഞ്ച് വന്ന് ഒരുപാട് ബ്രാഞ്ചസ് വന്നിങ്ങനെ ബുഷിയായിട്ട് പ്ലാന്റ്സ് മാറുന്നതാണ്. കഴിഞ്ഞ ദിവസം ടോപ്പ് കട്ട് ചെയ്ത് കൊടുത്തൊരു പ്ലാന്റാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഹൈറ്റും ഇതിൻ്റെ ഒരു ഏകദേശം ഒരു സൈസൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു സൈസുള്ള ഒരു പ്ലാന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ടും അതിൻ്റെ ടോപ്പ് കട്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ സൂക്ഷിക്കേണ്ട ഒരു കാര്യം, കട്ട് ചെയ്ത ഭാഗത്ത് ചെറുതായിട്ടൊരു മുറിവ് പോലെ ഉണ്ടാവും. അപ്പോൾ അവിടെ നമ്മൾ ഫംഗൽ വന്ന് പ്ലാന്റ്സ് അഴുകാതിരിക്കാൻ വേണ്ടിയിട്ട് സാഫ് ഒന്ന് പേസ്റ്റ് പോലെ ആക്കിയിട്ട് ആ ഒരു നമ്മൾ ആ കട്ട് ചെയ്ത ഭാഗത്തേക്ക് ഒന്ന് പുരട്ടി കൊടുക്കുന്നതും നന്നായിരിക്കും കേട്ടോ. വെള്ളമൊക്കെ വീണ് കഴിഞ്ഞാലും പെട്ടെന്ന് അതിൻ്റെ ഉള്ളിൽ കൂടെ കയറി പ്ലാന്റ്സ് അഴുകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. അപ്പം അങ്ങനെയും കൂടി ഒന്ന് ചെയ്ത് കൊടുക്കണേ ഈ ടോപ്പ് കട്ട് ചെയ്യുന്ന ഭാഗത്ത്. ഇതിപ്പോൾ ഞാൻ ടോപ്പ് കട്ട് ചെയ്ത ഒരു പ്ലാന്റ് ബുഷിയായിട്ട് വന്നിരിക്കുന്നതാണ് നിങ്ങൾ കണ്ടിരിക്കുന്നത്. ഇത് കണ്ടോ, ഇതിൻ്റെ ഒരു ഭാഗത്തേക്ക് ഞാൻ ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് കൊടുത്തതാണ്. ഇതിനകത്തുനിന്ന് സൈഡ് ബ്രാഞ്ച് ഒരുപാട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ മേൽഭാഗത്തും പ്ലാന്റ്സിന് നല്ല രീതിയിൽ തന്നെ സ്റ്റെമ്മ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ടോപ്പ് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്ലാന്റ് നല്ല രീതിയിൽ ബുഷിയായിട്ട് വരും. ഇതിപ്പോൾ കണ്ടോ, ഇതിപ്പം മൊട്ടൊക്കെ പതുക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പം നമ്മൾ കുറച്ചും കൂടി ഒരു ബ്രാഞ്ച് ആകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വരുന്ന ഭാഗത്തെയും വീണ്ടും നമ്മളൊന്ന് നുള്ളി കൊടുക്കുകയാണെങ്കിൽ അത് അവിടുന്ന് വീണ്ടും കുറേ ബ്രാഞ്ചസ് വന്നിട്ട് ഒരുപാട് ഫ്ലവേഴ്സ് വരും. അപ്പോൾ എപ്പോഴും പ്ലാന്റ്സുകൾ ബുഷിയായിട്ടിരുന്നിട്ട് ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ടാകുന്നതാണ് കാണാൻ ഭംഗിയുള്ളത്. അപ്പോൾ അതുകൊണ്ട് പെറ്റൂണിയ പ്ലാന്റ് പ്രത്യേകിച്ചും നമ്മൾ അങ്ങനെയൊന്നും ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ പ്ലാന്റ്സ് ഹെൽത്തി ആയിട്ട് വളരുകയും ചെയ്യും. അതുപോലെ ഒരുപാട് ബ്രാഞ്ചസ് വന്ന് ബുഷിയാവുകയും ചെയ്യും കേട്ടോ. പിന്നെ നമ്മൾ കട്ട് ചെയ്യുന്നത് കൊണ്ട് ഒരു ഗുണം കൂടെ നമുക്കുണ്ട്. ഒരുപാട് ബ്രാഞ്ചസ് നമുക്ക് വരുമ്പോൾ അതിനെ നമുക്ക് കട്ട് ചെയ്ത് പ്ലാന്റ്സ് വേറെ പിടിപ്പിക്കാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ നമുക്കൊരു ബെനിഫിറ്റ് ഉണ്ട് ഈ ഒരു ടോപ്പ് കട്ട് ചെയ്യുന്നതിലൂടെ. ഇതിപ്പോൾ ഒരു ടോപ്പ് കട്ട് ചെയ്ത് കൊടുത്തൊരു പ്ലാന്റാണ്. ഇതിപ്പം അത്യാവശ്യം നല്ല രീതിയിൽ ബുഷിയായിട്ട് വന്നിട്ടുണ്ട്. സൈഡ് ബ്രാഞ്ചൊക്കെ വന്നിട്ടുണ്ട്. ഈ സൈഡ് ബ്രാഞ്ച് നമുക്ക് പൂക്കൾ വരാത്ത സൈഡ് ബ്രാഞ്ച് നമുക്ക് കട്ട് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പുതിയൊരു പ്ലാന്റ് ആക്കി മാറ്റാൻ സാധിക്കും കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് പെറ്റൂണിയ പ്ലാന്റുകളെ ബുഷിയാക്കി നല്ല ഹെൽത്തി ആയിട്ട് വളർത്തുന്നതെന്നുള്ളത് വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായില്ലേ. അപ്പോൾ ഇതുപോലത്തെയുള്ള ചെറിയ ചെറിയ അറിവുകളെല്ലാം നമ്മൾ വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അതിനുള്ള മറുപടി ഞാൻ വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ കമൻ്റായിട്ടോ നിങ്ങൾക്ക് തരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അടുത്ത ദിവസം നല്ല വീഡിയോയുമായിട്ട് കാണാം. അതുവരേക്കും ബായ്.